എറണാകുളം കാക്കനാട് ഏകീകൃത കുർബാന സർക്കുലറിനെതിരെ പ്രതിഷേധവുമായി മാർത്തോമ നസ്രാണി സംഘം. അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, ഏകീകൃത കുർബാന സർക്കുലറിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ധന്യ, ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്നതായിരുന്നു ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയിലെ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയ തോതിലുള്ള ഒരു സഭാ തർക്കം. അതിനൊരു സമവായം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഈ സഭാ സിനഡ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ കുർബാന അർപ്പിക്കാൻ വിമതപക്ഷം തയ്യാറായിരുന്നു. ഒരു കുർബാന ജൂലൈ 3 മുതൽ ഒരു കുർബാന ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും അത് എല്ലാ പള്ളികളിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കാമെന്ന് വിമത സംഘം സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജൂലൈ 3 മുതൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ അതിനിടെയാണ് ഇപ്പോൾ മാർത്തോമ നസ്രാണി സംഘം എന്നൊരു കൂട്ടം സഭാ വിശ്വാസികൾ, അതായത് ഈ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ ഏകീകൃത കുർബാന വിശ്വസിക്കുന്ന അത് തന്നെ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഘമാണ്. ഇവരാണിപ്പോൾ സഭാ ആസ്ഥാനത്ത് മൗണ്ട് സെന്റ് തോമസ് കാക്കനാടിന് മുന്നിൽ ഇപ്പോൾ വലിയ തോതിലുള്ളൊരു അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇവരുടെ പ്രധാനമായും വിമതർക്ക് കീഴടങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ഒരു കുർബാന മാത്രമാക്കി അവർ പറയുന്ന രീതിയിൽ കൊടുത്തു എന്നൊരു ആരോപണമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബോസ്കോ പുത്തൂര് വിമതർക്ക് വേണ്ടി സംസാരിച്ചു, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ രാജിവെക്കണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ സിനഡിനെ ചതിച്ച സഭാ കൂരിയ അംഗങ്ങളെ പുറത്താക്കണമെന്നിവർ ആവശ്യപ്പെടുന്നു. ഏതായാലും ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വലിയ സഭാ തർക്കങ്ങൾക്ക്, കുർബാന തർക്കങ്ങൾക്ക് ഒരു വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ അതിനൊരു സമവായമായ സമയത്താണ് ഇപ്പോൾ ഇത്തരമൊരു ആവശ്യവുമായി മാർത്തോമ നസ്രാണി സംഘം രംഗത്തെത്തുന്നത്. ധന്യ. ശരി.